ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ മാധ്യമത്തിലൂടെ എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരാമെന്ന് പറഞ്ഞ കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ സ്നേഹവന്ദനം. ഒരു ചെറിയ ചിന്ത നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 15-ാം വാക്യം. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ എന്ന് പറഞ്ഞു. എന്താണ് സുവിശേഷം? കർത്താവായ യേശു ക്രിസ്തു ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുവിൻ. ഇതാകുന്നു സുവിശേഷം. പാപത്തിന്റെ അധീനതയിൽ കിടക്കുന്ന മനുഷ്യവർഗത്തെ രക്ഷിക്കുവാൻ അവതരിച്ച രക്ഷകൻ. യേശു എന്ന പേരിന്റെ അർത്ഥം തന്നെ രക്ഷകൻ എന്നാണ്. ഈ ലോകത്തിലുള്ള വെള്ളി, പൊന്ന് മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കൾക്ക് മനുഷ്യവർഗത്തെ ഇവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുവാൻ കഴിയാതെ വന്നപ്പോൾ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ രക്തമെന്ന വീണ്ടെടുപ്പ് വില നൽകി മനുഷ്യവർഗത്തെ അവരുടെ പാപങ്ങളിൽ നിന്നും വീണ്ടെടുത്തു. മറ്റാർക്കും ചെയ്യുവാൻ കഴിയാത്ത ഒന്ന്, സ്വന്തം പ്രാണനെ വെച്ച് നൽകി സ്വന്തം രക്തം ഊറ്റിത്തന്ന് മനുഷ്യകുലത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് വിടുവിച്ചു. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. എന്ന് വെച്ചാൽ പാപത്തിൻ്റെ അധീനതയിൽ കിടന്ന മനുഷ്യവർഗം നശിച്ചു പോകുന്നത് കാണുവാൻ ഇഷ്ടമില്ലാത്ത ദൈവം സ്വന്തം പുത്രനെ മാനവകുലത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഈ താണലോകത്തിലേക്ക് അയച്ചു തന്നു. നമ്മൾ മരിക്കേണ്ട സ്ഥാനത്ത് നമ്മുടെ പാപങ്ങളെ ഏറ്റെടുത്ത് കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ പരമയാഗമായി മാറി. കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ പരമയാഗമായി മാറിയതിലൂടെ ഈ സർവ്വലോകത്തിലുള്ള മനുഷ്യർക്കും രക്ഷ വന്നു ഭവിച്ചു. രക്ഷാമാർഗം ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു. ഇപ്പോളാകുന്നു സുപ്രസാദ കാലം, ഇപ്പോളാകുന്നു രക്ഷാ ദിവസം. നിന്റെ സമയം നീ തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുക. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷാമാർഗം സ്വീകരിക്കുക. രക്ഷ ദാനമാണ്, രക്ഷ സൗജന്യമാണ്. രക്ഷ പ്രാപിക്കുവാൻ എന്തു ചെയ്യണം? അതിനായി നീ എങ്ങും പോകേണ്ടതില്ല, പൈസ മുതൽ മുടക്കേണ്ടതില്ല. അതിന് എന്തു ചെയ്യണം? നിൽക്കുന്ന നിൽപ്പിൽ നിന്നുകൊണ്ട് ഒരു വാക്ക്, യേശുവേ, ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത് അങ്ങ് എനിക്ക് വേണ്ടി മരിച്ചുവല്ലോ, അങ്ങയെ എൻ്റെ രക്ഷിതാവായി ഞാൻ സ്വീകരിക്കുന്നു. ഇത്രയും പറഞ്ഞാൽ നീ രക്ഷ പ്രാപിക്കും. ഇപ്പോളാവുന്നു സുപ്രസാദ കാലം, ഇപ്പോളാവുന്നു രക്ഷാദിവസം. എൻ്റെ വാക്കുകൾക്ക് ഞാനിവിടെ വിരാമം കുറിക്കട്ടെ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, ഈ പാപത്തിൽ നിന്നും ഒരു മോചനം വേണമെന്ന് നിങ്ങളും ആഗ്രഹിക്കുന്നില്ലേ? എങ്കിൽ രക്ഷാമാർഗം ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നീ രക്ഷ പ്രാപിക്കും. നിന്റെ സമയം നീ തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുക. ഇപ്പോളാകുന്നു സുപ്രസാദ കാലം, ഇപ്പോളാകുന്നു രക്ഷാദിവസം. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷാമാർഗം സ്വീകരിക്കുക. ഈ വചനത്താൽ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.